ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഭാഗമാണ് എൻ്റെ ലൈഫിലെ ഒരു കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ എങ്ങനെ നമ്മളെ ലൈഫിൽ കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇവിടെ രാവിലെ തന്നെ ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്, നന്നല്ല കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ചെടികളൊക്കെ നോക്കി ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാലാണ് കിച്ചണിലേക്ക് കയറുക. അപ്പോൾ കിച്ചണിൽ കയറിയിട്ട് ചോറിൻ്റെ പണിയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കറിയും പച്ചക്കറിയും വറവും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് 2 പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു 11 മണിയാകുമ്പോഴേക്കും ഞാൻ ഈ കാര്യങ്ങളേക്ക് ചോറിൻ്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ ഞാൻ ചെമ്മീൻ കറിയും പിന്നെ വറുക്കാനായിട്ട് ക്യാബേജ് തോരനാണ് എടുത്തിട്ടുള്ളത്. തോരനാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ കറി ആക്കുമ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതാ മുറിച്ചിട്ടും പിന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്നിച്ചിടൽ. ആദ്യം ഞാൻ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റാക്കി വെക്കും. എന്നിട്ടാണ് ഞാൻ തക്കാളിയൊക്കെ എടുത്തിട്ട് അത് നല്ല ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് കറിയാക്കുക. എന്നാൽ കറിയായിട്ട് വരുമ്പം ആ ഉള്ളി തക്കാളിയൊന്നും കാണില്ല. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും മോനിക്ക് പ്രത്യേകിച്ചിട്ട് ഈ തക്കാളി ഉള്ളിയെല്ലാം കാണുമ്പം ചോറ് കഴിക്കൂല. അപ്പം കറി ഇങ്ങനെ മെല്ലെ ചെറിയ തീയിൽ വെച്ചിട്ടാക്കുമ്പം നല്ലോണം ഉടച്ചിട്ട് ആകുമ്പം കറി നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് മുരിങ്ങക്കോലും ഉണ്ടായിരുന്നു, അപ്പം അതും കൂടി ചേർത്തിട്ടാണ് ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പുറത്തുനിന്ന് ഞാൻ ക്യാബേജ് തോരനാണ് ആക്കുന്നത്. അപ്പോൾ അത് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ കറീൻ്റെ മേലെ എത്തുന്നത്. അപ്പം അത് നമ്മളൊരു 11 മണിയാകുമ്പോഴേക്കന്നെ ചോറിൻ്റെ പണിയൊക്കെ കഴിയും. ഇത് രണ്ടും സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ഡേനെ ഫ്രീ ആയിട്ടിട്ട് പിന്നെ രാത്രിയത്തെ കാര്യങ്ങൾ മാത്രമേ നോക്കണ്ടൂ. എന്നിട്ട് ക്യാബേജ് ഞാൻ ഇവിടെ ഉള്ളി ചെറുങ്ങനെ മുറിച്ചതും കരിവേപ്പിലയും ക്യാബേജും കൂടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉപ്പും പിന്നെ ചെറുങ്ങനെ മഞ്ഞളിടും. ഇട്ട് കഴിഞ്ഞിട്ട് അത് വെള്ളമൊന്നും ഒഴിക്കില്ല, ഈ ജസ്റ്റ് ഒന്ന് സ്റ്റേ ഫ്രൈ ചെയ്തിട്ട് അത് വാടുന്നവരെ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ക്യാബേജ് തോരൻ ആക്കുന്നത്. പിന്നെ കറി അപ്പുറത്തുനിന്ന് ആകുന്നുണ്ട്. അപ്പം ചോറിൻ്റെ കൂടെ ഇത് മാത്രമാണ് നമ്മളിന്ന് ഞാനിപ്പോൾ ആക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ഒരു കാര്യം ഇങ്ങനെയാണ്. കറി അപ്പുറത്തുനിന്ന് ആകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്യാബേജും ആകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ ടൈം അനുസരിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. അല്ലാണ്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം മെയിനായിട്ട് അതാണല്ലോ, നമ്മളെ ടൈം പോകുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളും ഒന്നിച്ച് തന്നെ കഴിയുന്നതും ഒരുമിച്ച് തന്നെ ടൈം നോക്കിയിട്ട് ചെയ്യുമ്പോൾ അലക്കലും പിന്നെ പുറത്ത് മുറ്റത്തെ പണിയൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം കിട്ടാം. ഇപ്പോൾ ഞാൻ ചോറിൻ്റെ പണി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 11 മണി ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ ചോറിൻ്റെ പണി തീരും. പിന്നെ നമുക്ക് അടിക്കാനും തുടക്കാനും ഇല്ല ടൈമാണ് പിന്നെ കിട്ടുന്നത്. അതൊക്കെ ഞാൻ രാവിലെ തന്നെ എണീച്ച ഉടനെ വേഗം തീർത്ത് ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈം അധികം കിട്ടും. പിന്നെ ഖുർആൻ സംഭാഷണവും കേൾക്കാനും പിന്നെ ഖുർആൻ ഓതാനും ഒക്കെ ടൈം ഒരുപാട് കിട്ടും. നമ്മൾ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ കുറേ സമയം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനേ ടൈം ഉണ്ടാവും. അതിലാണ് നമ്മൾ കുറേ ടൈം വേസ്റ്റായി പോകുന്നത്. അപ്പോൾ കഴിയുന്നത്രയും ഫോൺ എടുത്ത് അതിൽ അങ്ങനെ ചിലവാക്കാണ്ട് നോക്കാം. നമ്മൾ വീട്ടുപണി തന്നെ വേഗം തീർത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുറേ ടൈം കിട്ടും. ഇതിപ്പോൾ കറിയായിട്ടുണ്ട്. കറിയായി കഴിഞ്ഞാൽ നമ്മളെ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അത് വേഗം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. താഴത്തെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മേലെ നിന്ന് എൻ്റെ റൂം വരുന്നത്. അപ്പോൾ ഞാൻ മേലെ നിന്ന് ഇങ്ങനെ അടിച്ചു വാരിയിട്ടുള്ള പണികൾ അത് ചെയ്യുന്നതാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ ഇവിടെ എല്ലാവരും പറയും നമുക്ക് ഒരേ സമയം കിട്ടുന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചോറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ അടിക്കാനും തുടക്കാനും. അപ്പോഴത്തേക്ക് നമ്മൾ തുണിയൊക്കെ ആറിയിട്ടുണ്ടാവും. രാവിലെ തന്നെ അലക്കിയിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ വേഗം തുണി ഒരുപാടുണ്ടാവും, അലക്കാനും ഒരുപാടുണ്ടാവും, മടക്കി വെക്കാനും. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ മോർണിംഗ് ടൈം കുറേ ചുരുങ്ങി കിട്ടും. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇത് വെക്കുന്നതാണ്. അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇത് കുറേ ഉണ്ടാവും. ഒന്നാമത് ലോണ്ട്രി ടൈം ഞാൻ ആഴ്ചക്ക് 2-3 പ്രാവശ്യം ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മടക്കി വെക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്.
ബെഡിൻ്റെ മേലെ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്നത്. പിന്നെ വൈകിട്ടും ഞാനൊരു 4-5 മണിയാകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ചെറുങ്ങനെ ഒരു നനച്ച് കൊടുക്കും. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ കാലാവസ്ഥ നോക്കിയിട്ടാണ് ചെടീൻ്റെ പണി ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ചെടീൻ്റെ പണികൾ ചെയ്യാനുണ്ട് ഇത്ര ബാക്കി. പിന്നെ മഴ കഴിഞ്ഞിട്ട് ഞാൻ അതിലൊക്കെ കയറി നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നിന്നത്. അപ്പം എല്ലാവരും അതിൻ്റെതായ സമയത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടും. അതുമാത്രമല്ല നമുക്കൊരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തന്നെ വരും, ഒരു കോൺഫിഡൻസും വരും. നമ്മളൊരു ടൈം അനുസരിച്ചിട്ടെല്ലാം ചെയ്യുന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളും ടൈമിനനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം കുറേ ടൈം കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് ചെയ്ത് വേണേൽ നമ്മൾ ഫോണ് മാറ്റി വെച്ചിട്ട് ടൈമിനനുസരിച്ചിട്ട് എല്ലാ പണി ചെയ്ത് തീർക്കാൻ നോക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസമല്ല, ഒരു ഭാഗം, ഒരു ഡേയുടെ ലൈഫിൻ്റെ ഒരു ഭാഗം ഇത്. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. ഡേ ഇൻ ലൈഫ് വീഡിയോസ് കൂടുതലായിട്ട് ഇടാം. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് ടൈം അനുസരിച്ചിട്ട് മുമ്പോട്ടേക്ക് പോകാൻ നോക്കാം.